പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ വചനം ഞാൻ ഇന്നലെ ശുശ്രൂഷയ്ക്ക് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഈ മനുഷ്യന് വചനത്തിൽ വിശ്വാസമുണ്ട്, ദാറ്റ്സ് ഓക്കെ. വചനത്തിൽ വിശ്വാസമുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ യോഗ്യതയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള മെരിറ്റ്, അടിസ്ഥാന യോഗ്യത ഇതൊന്നുമല്ല. എന്താണെന്നറിയാവോ? അവൻ്റെ ഭൃത്യൻ്റെ അസുഖം തന്നെയാണ്, അവൻ്റെ വീട്ടിലെ അസുഖമായി കിടപ്പായിട്ടിരിക്കുന്നില്ലേ, അത് തന്നെയാണ് ക്രിസ്തുവിനെ ലഭിക്കാനുള്ള അടിസ്ഥാന യോഗ്യതയെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഞാനിത് കാഷ്വലായിട്ട് ഇങ്ങനെ കർത്താവ് തന്നതുപോലെ പറഞ്ഞെന്നല്ലാതെ പിന്നീട് ഞാൻ എൻ്റെ വ്യാഖ്യാനത്തിനൊന്നും പോയില്ല. ഇന്ന് രാവിലെ ഞാൻ ജസ്റ്റ് ഫേസ്ബുക്ക് എടുത്ത് ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ എൻ്റെ ഒരു സഹപ്രവർത്തകൻ ജയമോഹൻ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ഒരു പ്രത്യേക പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അതായത് കർത്താവേ, ഞങ്ങളുടെ ഏറ്റവും വലിയ യോഗ്യത, അവിടെ വീട്ടിലൊരു ദിവ്യ സക്രാരി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത്, കർത്താവേ, ഞങ്ങളുടെ ഏറ്റവും വലിയ യോഗ്യത ഞങ്ങളുടെ രോഗം തന്നെയാണെന്ന് വെളിപ്പെടുത്തിയതിന് അങ്ങക്ക് നന്ദി പറയണമെന്ന്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ശ്രുതികട ഹല്ലേലൂയ. കാഷ്വലായിട്ട് പരിശുദ്ധാത്മാവ് നൽകിയ വെളിപാടാണെങ്കിലും ഞാൻ വെളുപ്പിനും ജപമാല ചൊല്ലിയപ്പോൾ ഈ പോസ്റ്റ് കൂടി നോക്കിയപ്പോൾ ദൈവമേ, ഇതൊരു ഡയമണ്ടാണ് ശരിക്കും. അതായത് ഈശോയുടെ മുമ്പിൽ നമുക്കൊരു യോഗ്യതയുമില്ല. അഥവാ എന്ത് യോഗ്യതയൊക്കെ നമുക്കുണ്ടെങ്കിലും ദൈവതിരുസന്നിധിയിൽ അതൊന്നുമേ ഒരു യോഗ്യതയല്ല. അതെപ്പോഴും ഒരു ദൈവ പൈതൽ മനസ്സിലാക്കണം. എന്താണ്? നമുക്ക് ഒരുപക്ഷെ ഇങ്ങനെ നമ്മുടെ യോഗ്യത ഉണ്ടാക്കി ദൈവത്തെ നമ്മുടെ ജീവിത ആവശ്യങ്ങളിലേക്ക് ഒരു കാരുണ്യം ആർജിക്കാമെന്ന് നമ്മൾ ചിന്തിക്കണ്ട. കാര്യം അതുകൊണ്ട് അവർ ആദ്യമേ പറഞ്ഞത് തന്നെ തെറ്റാണ്. അവൻ സ്നേഹമൊക്കെ പണിത് തന്നു, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾ ചിന്തിച്ച് നോക്കിയ, സിനിമക്ക് പണിത് കൊടുക്കാൻ കാശില്ലാത്തത് എന്ത് ചെയ്യും? ഇതുപോലെയൊക്കെ ഓരോ സഹായങ്ങൾ ഓരോരുത്തർക്ക് ചെയ്യാൻ നിവൃത്തിയില്ലാത്തവരെന്ത് ചെയ്യും? അവന് ഒരു നിവൃത്തിയുമില്ല, അവന് രോഗം മാത്രമേ ഉള്ളൂ. ഇപ്പം അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു എന്ന് പറയും. അറിയാൻ പാലാത്തവരെങ്ങനെ സ്നേഹിക്കാനാണ്? ഇപ്പം നിങ്ങൾ യേശുവിനെ സ്നേഹിക്കണില്ല, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ ദൈവത്തെ സ്നേഹിക്കുന്ന തുല്യമാണ്. പക്ഷെ നമുക്ക് ദൈവം, ഇപ്പം നിങ്ങൾ എന്നെ കേൾക്കുന്നവർ എല്ലാവരും ക്രൈസ്തവരാണെന്ന് അല്ല ശരിക്കും നമുക്ക് മനസ്സിലാകണത്. നിങ്ങളുടെ കമൻ്റൊക്കെ നോക്കുമ്പോൾ അക്രൈസ്തവരായ സഹോദരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും, ഞങ്ങളിതുവരെ യേശുവിനെ സ്നേഹിച്ചിട്ടില്ല, സ്നേഹിച്ച് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഈ മനുഷ്യനെക്കുറിച്ചുള്ള കമൻ്റ് എന്താണ്? അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു എന്നാണൊരു കമൻ്റ് പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ യോഗ്യതയായിട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ യേശുവിനെ ഞാൻ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല, കാര്യം എനിക്ക് യേശുവിനെ അറിയത്തില്ല, യേശുവിനെക്കുറിച്ച് എന്നോട് ആരും പറഞ്ഞിട്ടില്ല, ഞാൻ തന്നെ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ധ്യാനം കൂടണമെന്ന് വിചാരിച്ചോ. എന്തെങ്കിലും ദൈവപൈതലെ നീ ഓർക്കണം, നീ യേശുവിനെ നേരത്തെ അറിയത്തില്ല, നീ കണ്ടിട്ടില്ല. ഇപ്പോൾ ആനുഷംഗികമായിട്ട് ആക്സിഡൻ്റലായിട്ട് ഇപ്പോഴൊരു യൂട്യൂബ് ഓപ്പൺ ചെയ്തപ്പോഴാണ് നീ ആദ്യമായിട്ടും ഈ ധ്യാനം കൂടുന്നുണ്ടെങ്കിലും കർത്താവിൻ്റെ വചനം പറയുന്നു, നീ അവിടുത്തെ അറിഞ്ഞാലും ഇല്ലെങ്കിലും, നീ സൽപ്രവൃത്തികൾ ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിലും,
ഒരുപക്ഷെ സൽപ്രവർത്തികൾ ചെയ്യാൻ നിനക്ക് പണം ഇല്ലെങ്കിലും ഒരുപക്ഷെ മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് അംഗീകരിക്കുന്ന ഒരു മാനസിക അവസ്ഥയിലാണ്, ഒരു സാമൂഹിക പൊസിഷനാണ് നിനക്കില്ലാത്തതെന്ന് വിചാരിച്ചു. ഇതൊന്നുമേ നിനക്കില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നിൻ്റെ എന്തവസ്ഥയാണ് നിനക്കുള്ളത്, രോഗമാകാം, തകർച്ചയാകാം, എപ്പോഴും നിനക്ക് കണ്ണീരും കൈയുമായിട്ടുള്ള ജീവിതമാകാം, അതുപോലെ നിനക്ക് സ്വസ്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാനുള്ള മാനസികാവസ്ഥ തരാൻ വേണ്ടിയുള്ളൊരു സമാധാന അന്തരീക്ഷം പോലും നിൻ്റെ കുടുംബത്തിൽ ഉണ്ടാവത്തില്ല. എങ്കിലും ദൈവവേദനയെ പരിശുദ്ധാത്മാവ് പറയുന്നത് സൂക്ഷിച്ച് നമ്മൾ ശ്രദ്ധിക്കാനൊക്കെ മനസ്സിലാകും. ഇങ്ങനെ എന്തെല്ലാം വിങ്ങലുകൾ നിനക്കുണ്ടോ ആ വിങ്ങലുകൾ തന്നെയാണ് നിൻ്റെ യോഗ്യതയെന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അവൻ്റെ മേലുള്ള ശിക്ഷ, അതായത് 53-ാമത്തെ അധ്യായം 53:5, ഐസയ 53:5, അത് 4 തൊട്ടുള്ള വചനങ്ങളുണ്ട്. ഐസയ 53:4 മുതലുള്ള വചനങ്ങളുണ്ട്. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. ഒരുപക്ഷെ നാം അവനെ ബഹുമാനിക്കുക. ഒരു പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പം ചില നിരീശ്വരവാദികളുടെ മാനസാന്തരത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്താണെന്നറിയാവോ? യുക്തിവാദികൾ, നിരീശ്വരവാദികൾ സഹോദരങ്ങൾ, അവർ പിന്നീട് വിശ്വാസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, എന്താ ഇത്രയും വൈകിപ്പോയെന്ന് ചോദിക്കും. കർത്താവിനെ നീ അറിഞ്ഞതല്ലേ നീ 5-6 കൊല്ലമായിട്ട്, എന്നിട്ടാണ് നീ എന്താണ് ഇത്രയും തിരിച്ച് സഭാശുശ്രൂഷകളിലേക്കെല്ലാം വരാൻ വൈകിയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരം, അച്ഛൻ ഞാൻ എൻ്റെ കൂട്ടുകാരോടും വീട്ടുകാരോടും നാട്ടുകാരോടും ഒക്കെ ദൈവം ഇല്ല എന്ന് ഒത്തിരി കാലം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന കാരണം തന്നെയല്ല, ഞാൻ ദൈവത്തെ, ഈശോനെ അധിക്ഷേപിച്ചിട്ടുണ്ട്, പരിശുദ്ധ അമ്മയെ ഞാൻ അധിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ അധിക്ഷേപിച്ച് നടന്ന ഒരു കാലത്തിൽ പിന്നെ ആ ആൾക്കാരൊക്കെ ഈ സമൂഹത്തിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അപ്പം അവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് പെട്ടെന്നിങ്ങനെ എൻ്റെ ഒരു മനസ്സ് മാറ്റം അറിഞ്ഞാൽ അവരെന്നെ ആക്ഷേപിക്കും. അന്ന് ഞാൻ പറഞ്ഞത് കള്ളത്തരമായിട്ട് അവർ തോന്നുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ അവരെ പേടിച്ചിട്ടാണ്. ശരിക്കും തന്നെയല്ല, ദൈവത്തെ ഇങ്ങനെ അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ എനിക്കും കർത്താവിലേക്ക് തിരിച്ചു വരാൻ കുറച്ച് സമയമെടുക്കുകയാണ്. അത് അവർ ഈ വചനം കേൾക്കണം ശരിക്കും. 13:4, അതായത് അവൻ നിന്ദിക്കപ്പെട്ടു, അതായത് ഐസയ 55:4, അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചില്ല. അതാണ്, കർത്താവിനെ ബഹുമാനിക്കാത്ത ഒരു നാളൊരു കാലം നമുക്കുണ്ടാകും. കുടുംബ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞിരിക്കുകയും അത് ഈ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നും ഇല്ലെന്ന് പറയുന്ന ആൾക്കാരില്ലേ, അങ്ങനെ ദൈവത്തിൻ്റെ ഒരു ടച്ച് അനുഭവിക്കുന്നവരെ പ്രാർത്ഥന അനുഭവവേദ്യമല്ലാത്ത ഒരു കാലം. ചിലപ്പോഴും സഭാശ്രേഷ്ഠന്മാരെയും നീ ഇങ്ങനെ വിശ്വാസത്തിന് അകന്ന് നിൽക്കണ കാരണം സഭയോട് ചിലപ്പോൾ നിനക്ക് ഒരു മല്ലിടിപ്പുണ്ടാവും, സഭാശ്രേഷ്ഠന്മാരോട് നിനക്ക് മല്ലിടിപ്പുണ്ടാകും. അതിൻ്റെ പേരിലൊക്കെ നിൻ്റെ പ്രാർത്ഥനാ ജീവിതം ഇങ്ങനെ മന്ദിഭവിച്ച് വരും. അപ്പം നീ ക്രമേണ ദൈവത്തിന് അകന്ന് പോകും. അതാണ് പറയണത്, അവൻ നിന്ദിക്കപ്പെട്ടു. കാര്യം അവനെ മാത്രം നിനക്ക് നിന്ദിക്കാൻ പറ്റത്തില്ല. സഭയെ നിന്ദിക്കുന്നവരുണ്ട്, സഭാ ശുശ്രൂഷകരെ നിന്ദിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചില്ല. അപ്പോഴും നമ്മൾ ബഹുമാനിക്കാതിരിക്കുമ്പോഴും നമ്മളെ കർത്താവിനെ നിന്ദിക്കുമ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? അത് എഴുതിയിരിക്കുന്നത് എന്താണ്? നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. അതായത് നമ്മൾ ദൈവത്തെ നിന്ദിക്കുമ്പോഴും അത് കണക്കാക്കാതെ, നമ്മൾ ദൈവത്തെ അപമാനിക്കുമ്പോഴും അത് കണക്കാക്കാതെ
നമ്മുടെ വേദന ഏറ്റെടുക്കുന്ന ഒരു ദൈവമാണ് കർത്താവിൻ്റെ വചനത്തിലൂടെ വെളിപാട് നൽകേണ്ടത്. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. എൻ്റെ ഈശോയ്ക്കും കൃപാസന മാതാവിനും 1000 നന്ദി എന്നെ ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് എത്തിച്ചതിന്. എൻ്റെ പേര് സൗമ്യ സേവ്യർ. ഞാൻ ഇവിടെ കലവൂര് സെൻറ്റ് ജോസഫ് ഇടവക അംഗമാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ഒക്ടോബർ 21 തീയതിയാണ്. എനിക്ക് ജീവിതത്തിൽ മാതാവിനോട് ഒത്തിരി ഭക്തിയുള്ള ആളാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഈ ഒത്തിരി കാര്യങ്ങളിൽ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിയ ആളാണ് ഞാൻ. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എനിക്ക് ജീവിതത്തിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ മാതാവ് ബോധ്യപ്പെടുത്തി തന്നു. അതിലാദ്യമായിട്ട് ഞാൻ സാക്ഷ്യം പറയുന്ന ഒരു സന്ദർഭമാണിത്. അതിൽ എൻ്റെ ഹസ്ബൻഡ്, അദ്ദേഹം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നന്നായിട്ട് തന്നെ എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്യും. ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റൊക്കെ വന്നു, എല്ലാം നന്നായിട്ട് അറ്റൻഡ് ചെയ്തു, എല്ലാം പാസ്സായി. പക്ഷേ ഒരു പേപ്പർ മാത്രം ഒരു 4 തവണ എഴുതിയിട്ടും കിട്ടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, മാതാവേ, എല്ലാം അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല കഴിവുണ്ട്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നു, പക്ഷെ എന്തുകൊണ്ട് അത് കിട്ടുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ എപ്പോഴും അച്ഛൻ പറയാറുണ്ട്, നമ്മുടെ മെറിറ്റ് കൊണ്ട് കിട്ടാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കിട്ടും എന്ന് അച്ഛൻ പറഞ്ഞ് ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മാതാവിൽ വിശ്വാസമുണ്ട്, എങ്കിൽ പോലും ഈ കൃപാസനത്തിൻ്റെ അകത്തേക്ക് അദ്ദേഹം വന്നിട്ടില്ല, പുറത്ത് നിന്ന് തിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും ഉടമ്പടിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കാം. ഒരു കാര്യം ചെയ്യണം, ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഒരു ഇത് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിൻ്റെ അകത്തൊന്ന് വന്ന് ഒന്ന് പ്രാർത്ഥിക്കണം. അത് മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ അദ്ദേഹത്തോട്. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എഴുതി. ഉടമ്പടിയിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആവശ്യം ഞാൻ എഴുതിയിട്ട് നന്നായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹം എക്സാമിന് പോയ സമയത്ത് ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. സത്യം പറഞ്ഞാൽ റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് പോലും വിശ്വാസം ഉണ്ടായില്ല. എന്നെ അപ്പം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു സക്സസ് ആണെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഇത് മാതാവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ കാര്യമാണ്. ഇതാണ് എൻ്റെ മകൻ ആൻ്റണി. അവൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം കാറ്റീസമൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ കുട്ടികളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സൈക്കിള് വന്ന് അവൻ്റെ വേറൊരു കൂട്ടുകാരൻ വന്നിട്ട് സൈക്കിളെ തള്ളിക്കഴിഞ്ഞപ്പോൾ ആ സൈക്കിളിൻ്റെ ഹാൻഡിൽ വന്ന് ഇവൻ്റെ കണ്ണിൽ തെറിച്ചു. കണ്ണിലെന്ന് പറഞ്ഞാൽ കണ്ണി കൊണ്ടില്ല, അവൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വന്ന് അത് ചെയ്തു. ഉടനെ തന്നെ അവൻ ഛർദ്ദിച്ചു. അവന് പെട്ടെന്ന് ബോധം മറയണ പോലെ വന്നു. വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് അവനുമായിട്ട് പെട്ടെന്ന് കൊണ്ടുപോയി ആദ്യം ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. അതിനുശേഷം പെട്ടെന്ന് വണ്ടാനത്തേക്ക് കൊണ്ടുപോയി. വണ്ടാനത്ത് കൊണ്ടുചെന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, കുറച്ച് ഇതാണ്, അവൻ്റെ കാഴ്ചയെ ചിലപ്പോൾ അത് ബാധിക്കും. അതുപോലെ തന്നെ ഇവന് ഭയങ്കരമായിട്ട് ഛർദ്ദിന് നിൽക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആകെ ടെൻഷനായി, കാരണം തലയിടിച്ചിട്ടുണ്ടോ, എന്താണ് കാര്യം, ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് കാഴ്ചയെ ചിലപ്പോൾ ബാധിക്കാം, ചിലപ്പോൾ സർജറി വേണ്ടി വരും. ഇതെല്ലാം കേട്ടപ്പോൾ എന്ത് ചെയ്യുമെന്നറിയില്ലാത്ത ഒരവസ്ഥ, ആകെ ടെൻഷനായി. കൊച്ചു കുഞ്ഞാണ്, അവനാണെങ്കിൽ വല്ല തലയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ ഇങ്ങനെ ഛർദിൽ വരുന്നത്, എന്ത് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ പോലും പക്ഷെ മനസ്സിൽ എന്തോ ഒരു ധൈര്യം, ഇല്ല കുഴപ്പമില്ല, എല്ലാം ശരിയാകുന്ന, എവിടെ ഇരുന്ന് ആരോ പറയുന്ന ഒരു ഫീല്. പണ്ടൊക്കെ നിസ്സാര കാര്യത്തിന് പെട്ടെന്ന് ടെൻഷനാവാൻ ഞാൻ, പക്ഷേ ഈ ഒരു കാര്യം വന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് ഒത്തിരി ടെൻഷൻ വരുന്നില്ല. വിഷമമുണ്ട്, പക്ഷേ എങ്കിലും അങ്ങനെ ടെൻഷനില്ല. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ എറണാകുളത്ത് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ ഞങ്ങൾ അറിയുന്ന എൻ്റെ മകളുടെ ഒരു കൂട്ടുകാരിയുടെ അമ്മയാണ് അവിടുത്തെ ഡോക്ടർ, 2 ഫ്രണ്ട്സാന്ന് പറഞ്ഞു. അങ്ങനെ അവർ വഴി നമ്മൾ നേരെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, പേടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട, എന്തെങ്കിലും ഒരു വഴി മാതാവ്, സർജറി ഒന്നും വേണ്ടി വരത്തില്ല, മാതാവ് എന്തെങ്കിലും രൂപത്തിൽ നമ്മളെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഡോക്ടർ വന്നു. ഡോക്ടറിൻ്റെ പേര് മരിയ എന്ന് പറഞ്ഞു. ആ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ഇത്. അത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ടപ്പോഴാണെങ്കിൽ ശരിക്കും മാതാവ് വന്ന് മുന്നിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീല്. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു ഒരു കുഴപ്പമുണ്ടാവില്ല അവൻ്റെ കാഴ്ചയ്ക്കും. കാരണം ആ സമയത്തും അവൻ കാണുന്നത് 2 ആഴ്ച
അതായത് ഡബിൾ വിഷനാണ് അവന് വരുന്നത്. പിന്നെ ബ്രെയിനിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ഇങ്ങനെ പല ചിന്തകളും മനസ്സിലുണ്ട്. എങ്കിലും മനസ്സിലൊരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു നമുക്ക് കുറച്ച് ദിവസം മെഡിസിൻ എടുത്ത് നോക്കാം, കുഴപ്പമില്ലെങ്കിൽ സർജറി ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. മാതാവിൻ്റെ അനുഗ്രഹത്താൽ സർജറി ഒന്നും ഇല്ലാതെ തന്നെ അവൻ്റെ കാഴ്ചയ്ക്കും പ്രശ്നമൊന്നും ഉണ്ടായില്ല. പണ്ടുള്ളവർ പറയുന്ന പോലെ കണ്ണി കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം എനിക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവരും തന്നെ ആ ഒരു സംരക്ഷണത്തിലാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഉടമ്പടി തൈലമാണെങ്കിൽ ഞാൻ എപ്പോഴും ഈ ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് ഇവൻ്റെ ആ മുറിവിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുമായിരുന്നു. പക്ഷെ അത് ഒത്തിരി അനുഗ്രഹമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ് സത്യം. അത് പിന്നെ ഉടനെ വന്നു ഞാൻ മാതാവിന് നന്ദിയൊക്കെ പറഞ്ഞിട്ട് പോയി. എന്നിട്ടും എനിക്ക് സാക്ഷ്യം പറയാനായിട്ട്, കാരണം നമ്മളിവിടെ കേൾക്കുന്ന ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത് ഒരു ചെറിയ കാര്യമാണോ, ഒത്തിരി പേര് ഒത്തിരി വലിയ വലിയ കാര്യങ്ങൾ പറയുന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാതാവ്, ചിലപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണോ എന്നറിയില്ല, ഒരു ദിവസം ഞാൻ ഒരു 2 ആഴ്ച മുൻപ് മോനുമായിട്ട് ഇവിടെ വന്ന്, അന്ന് മോൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചൊക്കെ പോയപ്പോൾ മാതാവിൻ്റെ ആ കുരിശ് രൂപം ഒരെണ്ണം എൻ്റെ പേഴ്സിൽ എപ്പോഴും ഉണ്ടാവും, മറ്റേ ഞാൻ കഴുത്തിലിടാൻ എനിക്ക് തോന്നി. ആ കുരിശ് രൂപം അച്ഛൻ മോനെ ബ്ലെസ് ചെയ്ത കൂട്ടത്തിൽ എനിക്കും കൂടി ബ്ലെസ് ചെയ്ത് തന്നതാണ്. അത് ഞാൻ മാലയെ കോർത്ത് എൻ്റെ കഴുത്തിലിട്ട്, ഞാൻ ഒരു അധ്യാപികയാണ്, ഞാൻ കോളേജിൽ പോകുന്ന വഴിക്ക് പെട്ടെന്ന് ബസ്സിൽ നിന്ന് ഞാൻ ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ബസ് നിർത്തി എന്നുള്ളൊരു ചിന്തയിൽ പെട്ടെന്ന് ചാടി ഇറങ്ങി. ഇപ്പോൾ ആരോ ബാക്കിൽ നിന്ന് പറയുന്നു, മോളെ ചാടലേ എന്ന് പറയാം. പഴവങ്ങാടി പള്ളിയുടെ അടുത്ത് വെച്ചാണ്. പെട്ടെന്ന് എന്നെ ആരോ പിടിച്ച് നിർത്തിയേക്കുന്ന പോലെ ഞാൻ കാലങ്ങോട്ട് വയ്ക്കുമ്പോൾ എന്നെ ആരോ ബാക്കിലേക്ക് പിടിച്ചിട്ട്, എനിക്ക് മാതാവ് വന്ന് പിടിച്ചതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. കാരണം അന്ന് ആ ഒരു ഇത് നടന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു സാക്ഷ്യം പറയാൻ ഞാനിവിടെ ഉണ്ടാവുമോ ഒന്നും അറിയില്ല. ശരിക്കും എനിക്കത് വല്ലാത്തൊരു ഇതായിപ്പോയി. അതുകൊണ്ടായിരിക്കും ആ 2 ദിവസം മുൻപ് മാതാവിൻ്റെ കുരിശുരൂപം കഴുത്തിൽ അണിയാൻ എനിക്ക് തോന്നിയത്. മറ്റൊന്ന്, പിന്നെ എൻ്റെ മോനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛനെ കാണാൻ വന്നിരുന്നു എന്ന് പറഞ്ഞത് തന്നെ, എൻ്റെ മോന് ഞങ്ങളൊരു യാത്ര പോയിരുന്നു, ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് പോയി, ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയ സമയത്ത് അവിടെ വെച്ച് മോനൊരു എന്താ പറയുക, കുട്ടികളെല്ലാവരും കൂടി ഒരു സിനിമ കണ്ടപ്പോൾ എന്തോ ഒരു പേടിപ്പെടുത്തുന്ന ഒരു രൂപം കാണിച്ചു. അത് ഇവൻ്റെ മനസ്സിലുണ്ടായിരുന്നു, നമ്മളത് ശ്രദ്ധിച്ചില്ല. ഒരു ദിവസം ഞാൻ കോളേജിൽ ഇരിക്കുമ്പോൾ മോൻ്റെ സ്കൂളിലത്തെ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, മോനിങ്ങനെ എന്തോ കണ്ട് പേടിച്ചു, പെട്ടെന്ന് വരണം, അവന് വയ്യാതായിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്, ഓടി വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കൈയും കാലും തളർന്നു പോയി. കാരണം കുട്ടികൾക്ക് സിസ്റ്ററാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വിളിക്കുന്ന കേട്ടപ്പോൾ ഞാൻ ആകെ വരും. ഞാൻ ഉടനെ മാതാവിനോട്, മാതാവേ എൻ്റെ കുഞ്ഞിന് ഒരാപത്തും വരില്ല എന്നും പറഞ്ഞ് ഞാൻ അവിടുന്ന് ഓടിപ്പോരുകയാണ് ചെയ്തേ. പക്ഷേ എങ്കിലും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു മാതാവിൽ. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇവനെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, പേടിക്കണ്ട, എങ്കിലും വേറെ ഏതെങ്കിലും ഒരു ഡോക്ടറിനെ കൂടി ഒന്നുകൂടെ കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് എന്തോ ഒരു പേടി തട്ടിയിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ട് പല കുട്ടികൾക്കും ഉള്ള പ്രശ്നമാണിത്, പക്ഷേ ആ പേടി കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തളർന്നു പോകാൻ വരെ ചാൻസ് ഉള്ള ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും മനസ്സിൽ എന്തോ ഒരു ധൈര്യം, ഇല്ല മാതാവൊന്നും വരുത്തില്ല, ഇതൊക്കെ ഓരോ പരീക്ഷണങ്ങളാണ്, ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ ജീവിച്ചോളാം എന്നുള്ള ഉറപ്പിന്മേലാണ് ഞാനിപ്പോൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ മാറ്റാൻ വേണ്ടിയിട്ടാണ്, എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ശരി ഞാൻ ഈ ഉടമ്പടിയിൽ നിന്ന് മാറത്തില്ല, മാതാവേ നിന്നിലാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ മെഡിസിനൊക്കെ തന്നു. ഞാൻ ഉടമ്പടി തൈലമൊക്കെ വെച്ച് കുഞ്ഞിൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എപ്പോഴും കാശുരൂപം ഇവൻ്റെ നെറ്റിയിൽ വെച്ച് കുരിശ് വരച്ച് ഞാൻ വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലിക്കൊടുക്കും. എന്നിട്ടും എൻ്റെ മനസ്സിനൊരു ഇത്, അച്ഛനെ ഒന്ന് കണ്ട് മോനെ ഒന്ന് ബ്ലെസ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ മോനെ ബ്ലെസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കഴിഞ്ഞ ദിവസം വന്നു. അത് കഴിഞ്ഞ് അച്ഛനെ കൊണ്ട് ഇവിടെ ബ്ലെസ് ചെയ്യിപ്പിക്കാൻ വന്നു. അച്ഛൻ ബ്ലെസ് ചെയ്ത കൂട്ടത്തിൽ എന്നെയും കൂടെ കൈവച്ച് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ അപകടം നടന്ന കാര്യം സംഭവിച്ചത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ചിലപ്പോൾ എന്നെ ആ ഒരു അപകടത്തിൽ നിന്ന് എന്നെയും കൂടി രക്ഷിക്കാനായിരിക്കാം ആ ഒരു കാശുരൂപം എൻ്റെ ശരീരത്തിൽ കിടക്കുന്നതുകൊണ്ടാവാം ഒരാപത്തും കൂടാതെ ശരിക്കും മരണം വരെ സംഭവിക്കാവുന്ന ഒരു ഇതിൽ നിന്ന് എന്നെ മാതാവ് രക്ഷിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എപ്പോഴും.
അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ ഹയർ സ്റ്റഡീസ് ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഹയർ സ്റ്റഡീസിന് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഒത്തിരി തടസ്സങ്ങളുണ്ടായി. നമ്മൾ ഫാമിലിയൊക്കെ ആയി കഴിയുമ്പോൾ കുട്ടികളുടെ കാര്യവും വീട്ടിലെ കാര്യമൊക്കെ ആയിട്ട് നമുക്ക് പഠനത്തിൽ പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും നന്നായിട്ട് പഠിക്കണം, എങ്ങനെയെങ്കിലുമൊക്കെ ഹയർ സ്റ്റഡീസ് ചെയ്യണം എന്ന് വിചാരിച്ചു ഞാൻ എംടെക്കിൻ്റെ ഇതിന് ചേർന്ന് കഴിഞ്ഞപ്പോൾ എക്സാം ആണെങ്കിലും ഓരോ എക്സാമിനും ശരിക്കും മാതാവിൻ്റെ കാശുരൂപമൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം എല്ലാം നെറ്റി കുഴിച്ച് വരച്ചിട്ടാണ് ഞാൻ പോയിരുന്നത്. നന്നായിട്ട് എനിക്ക് എക്സാമൊക്കെ എഴുതാൻ പറ്റി. പക്ഷേ എനിക്ക് ഈ ഉടമ്പടി തൈലത്തിലും ഇതിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ഉപ്പ് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് അനുഭവങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പം മറ്റുള്ളവരെന്ത് പറഞ്ഞാലും നമുക്ക് അനുഭവങ്ങൾ കിട്ടുമ്പോഴേ നമ്മൾ ഓരോ കാര്യങ്ങൾ അതായിരുന്നു എന്ന് വിശ്വസിക്കുകയുള്ളൂ. അപ്പോൾ ഉപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ എനിക്ക് അത്ര ഒരു വിശ്വാസം തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഈ എക്സാമിൻ്റെ ലാസ്റ്റ് സെമസ്റ്റർ ആയപ്പോഴേക്കും പ്രോജക്റ്റിൻ്റെ ഇത് സബ്മിറ്റ് ചെയ്തപ്പോൾ പൂർണ്ണമായിട്ട് റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. സാർ ഒരു രീതിയിലും അത് പ്രൊസീഡ് ചെയ്യാനോ സൈൻ ചെയ്ത് തരാനോ ഒന്നും സമ്മതിക്കുന്നില്ല. അപ്പം ഞാനും ഉണ്ട്, എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും ഉണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു, സാറിൻ്റെ ഒരു സൈൻ കിട്ടാതെ നമുക്ക് ബാക്കി മുന്നോട്ട് പോകാൻ പറ്റില്ല, എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ ഉപ്പൊന്ന് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് നമുക്ക് ആ സാറിൻ്റെ ടേബിൾ. അപ്പോൾ സാറ് ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഞങ്ങളെ കണ്ട് ഉടനെ പുറത്ത് പോയി നിൽക്കുക. ഒരു രക്ഷയില്ല, കയറി വരുന്നില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ പ്രസൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ആകെ ടെൻഷനായി. അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയില്ലാതെ ഞങ്ങൾ ആകെ അങ്ങ് മടുത്തേ. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട, അങ്ങ് വിട്ടിട്ട് പോയാലോ എന്ന് വരെ ചിന്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഉപ്പ് എടുത്തിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി. എനിക്ക് അപ്പോഴും വിശ്വാസമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഞാൻ കൊണ്ടുപോയി, ഞാൻ പ്രാർത്ഥിച്ചിട്ട് കൊണ്ടുപോയി ആ സാറിൻ്റെ ആ ടേബിളിൻ്റെയും ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വെച്ചേക്കുന്നത് അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വീണ്ടും പുറത്തിറങ്ങി വന്ന് നിന്നപ്പോൾ ഉണ്ടല്ലോ, താഴെ നിന്ന സാറ് സ്വിച്ച് ഇട്ട പോലെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. സാറ് വേഗം അവിടെ നിന്ന് കയറി ഇങ്ങനെ വന്നിട്ട് ഓടി വന്ന് അത് സൈൻ ചെയ്തിട്ട് പറയുകയാണേ, ഓക്കെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഓക്കെ ആക്കിക്കോളൂന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അന്ന് എനിക്ക് മനസ്സിലായി ആ ഉപ്പിൻ്റെ ആ ഒരു ഇത്. അതോടുകൂടി പിന്നെ എനിക്ക് കാണുന്നവരെയും പരിചയമുള്ളവരോടെല്ലാം ഞാനത് പറയാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ ഒത്തിരി കാര്യങ്ങൾ, അതായത് ഒത്തിരി ഒരു ദർശനം കിട്ടുന്ന പോലത്തെ ഒക്കെ ഒരു ഫീൽ. അപ്പോൾ അതൊക്കെ സത്യമാണോ എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്, പ്രത്യേകിച്ച് വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ മനസ്സിൽ തോന്നുമ്പോൾ അത് ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു തിരി, നമ്മൾ സാധാരണ നീലയും പച്ചയും തിരിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നും, ഇന്ന വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ സന്യസ്തർക്ക് ഇന്നവർക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ തോന്നുമ്പോൾ എൻ്റെ മുന്നിലൊരു തിരി കളറ് തെളിഞ്ഞു വരും. ആ തിരി ഞാനിവിടെ എടുത്ത് സൂക്ഷിച്ച് വെച്ചാണ്, എന്തെങ്കിലും ജോസഫ് അച്ഛനോട് ചോദിക്കണം എന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് വെച്ചതാണ് ആ തിരി. അതിൽ ഓരോ കളറുണ്ട്. ആ കളറ് ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ടൈപ്പ് കളറുകളാണ്. ഓരോ തവണയും എൻ്റെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ടെൻഷനൊക്കെ വരുമ്പോൾ ഇവിടെ വരാറുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞാൻ ആ കാണുന്ന തിരി എനിക്ക് ഇവിടുന്ന് കിട്ടും. ഞാനത് കൊണ്ടുപോയി വെച്ച് വേറെ സമയത്തൊക്കെ എനിക്ക് എപ്പോഴാണോ പ്രാർത്ഥിക്കണം തോന്നുന്നത് ഞാനത് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് അതിൻ്റെ എനിക്ക് റിസൾട്ട് പലപ്പോഴും കാണിച്ചു തരാറുണ്ട്. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്നിൽ നിന്ന് മാതാവ് ആഗ്രഹിക്കുന്നത് എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്കും കൂടി പ്രാർത്ഥിക്കണം എന്നുള്ളൊരു സത്യമാണെന്നുള്ളത് മനസ്സിലായി എനിക്കിപ്പോൾ. അപ്പോൾ ആ ഒരു ബോധ്യം വന്നേ പിന്നെ ഞാനിപ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ മക്കൾ അവരോടൊപ്പം തന്നെ ആ കുട്ടികൾ, ഇവരുടെ കൂടെയുള്ള കുട്ടികൾക്കും കൂടെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു അധ്യാപികയാണ്. അപ്പോൾ പണ്ടൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ കുട്ടികളോട് ഒത്തിരി ആത്മീയമായ കാര്യങ്ങളും കൂടി പതിയെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അത് പറയുമ്പോൾ എൻ്റെ വിചാരം ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവരെന്നെ കളിയാക്കും, ചിരിക്കും. കാരണം ഈ പ്രായമുള്ള കുട്ടികളാണ്, അവർക്കതൊക്കെ തമാശ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് പല കുട്ടികളും അത് കേൾക്കുന്നു, എന്നിട്ട് എന്നെ വന്ന് പറയും, മിസ്സേ ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഞങ്ങൾ പല ലഹരി പദാർത്ഥങ്ങളുടെ ഇത് ഉപയോഗിക്കുക, പക്ഷേ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മാറണമെന്ന് തോന്നി. അങ്ങനെ ശരിക്കും ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. എനിക്കിങ്ങനെയൊന്നും പറയാനുള്ള കഴിവോ അങ്ങനെയൊന്നുമില്ല, മാതാവ് തന്നെയാണ് എന്നെക്കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചതെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുകയാണ്. ഇനിയും മാതാവിനോട്
മാതാവിനോട് ഇപ്പോഴും ഉടമ്പടിയിൽ ഞാൻ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, മാതാവേ നീ എന്താഗ്രഹിക്കുന്നോ അതുപോലെ ചെയ്യണം എന്നാണ് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി. കാരണം എനിക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം തമ്പുരാൻ എൻ്റെ മുമ്പിൽ എനിക്ക് തന്നിട്ടുണ്ട്. എനിക്കത് മതി. ഇനി കിട്ടുന്ന നന്മകളൊക്കെയും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കണം എന്നാണ് മാതാവ് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിപ്പിക്കുന്നത്. അതെന്നും ഞാൻ അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു. അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രം കൊടുക്കുമ്പോൾ ഞാൻ ആദ്യമേ മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറയും. അതിനുശേഷം ഞാൻ ചിലവർക്കൊക്കെ പത്രം കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ പറയും. എങ്കിലും ഞാൻ പറയും, മാതാവ് അനുഗ്രഹിക്കട്ടെ, ഇത് പിടിച്ചിട്ട് വായിച്ചു നോക്കുക. അത് കഴിഞ്ഞ് എന്നെങ്കിലും നമ്മളെപ്പോഴും നമ്മുടെ മെറിറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ കഴിവുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളുടെ സമയത്ത് നിങ്ങളിതൊന്നും നോക്കണ്ട. അല്ലാതെ എന്നെങ്കിലും ഒരു കാര്യം നമ്മുടെ കൺട്രോളിലല്ലാത്തൊരു കാര്യം, അതായത് എനിക്ക് കഴിവുണ്ട് അല്ലെങ്കിൽ എനിക്ക് പണമുണ്ട്, ഇതല്ലാതെ എൻ്റെ കഴിവിൽ നിൽക്കാത്ത ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മാത്രം നിങ്ങൾ ആ പത്രം ഒന്നെടുത്ത് വായിക്കുകയും ഒന്ന് വിശ്വസിക്കുകയും ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുമ്പോൾ ശരിക്കും പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പലരും അത് കഴിഞ്ഞ് കളിയാക്കിയവർ പോലും പിന്നെ വന്നിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനം ഞാൻ യൂട്യൂബിൽ എത്ര സമയം എടുത്താണെങ്കിലും ഞാനത് കേൾക്കും. അതിൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അതിൽ. അപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ, പണ്ടൊക്കെ ആണെങ്കിൽ നിസ്സാര കാര്യത്തിന് പേടിച്ച് പുറകിലേക്ക് പോകുന്ന നിസ്സാര കാര്യം മതിയായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയല്ല, കുറച്ചുകൂടെ ബോൾഡായ പോലെ എനിക്ക് തോന്നുന്നു. എന്ത് പ്രശ്നങ്ങൾ വന്നാലും, ജീവിതത്തിലായിക്കോട്ടെ, കുട്ടികൾക്കായിക്കോട്ടെ, കുടുംബജീവിതത്തിലായിക്കോട്ടെ, വർക്ക് ചെയ്യുന്ന മേഖലയിലായിക്കോട്ടെ, പക്ഷേ ഒത്തിരി പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ മാതാവിലേക്ക് കൂടുതൽ അടുക്കുകയാണെന്ന് എനിക്ക് തോന്നും. അപ്പോൾ മാതാവ് എൻ്റെ കൂടെ ഉള്ളതുപോലെ തോന്നുന്നത് എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃപാസന ഉടമ്പടി എടുത്ത് ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നേ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ അവരെ ചെറിയ ഒരുപാട് സഹായങ്ങളല്ല എങ്കിലും എനിക്ക് പറ്റുന്ന പോലെ നമ്മുടെ അടുത്തുള്ളവരായിക്കോട്ടെ, ഇടവകയിലുള്ളവരായിക്കോട്ടെ, കോളേജിലായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഞാൻ മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. ഇനിയും എല്ലാ കാരുണ്യ പ്രവൃത്തികളും ഇതുപോലെ തന്നെ ചെയ്തു കൊള്ളാമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം.